കേരളത്തിലെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അതിന് പല ശാഖകളുണ്ട്, പല രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടുണ്ട്, വേറൊരു ഭാഗം കോൺഗ്രസിൻ്റെ കൂടുണ്ട്, പിന്നെ ചെറുതും വലുതുമായിട്ട് എന്തൊക്കെയോ കേരള കോൺഗ്രസ്സുകളുണ്ട്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് അവരുടെ ഫാമിംഗ്, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാൻഡ് റിഫോംസിന് മുമ്പും അതിന് ശേഷവും ക്രൈസ്തവരാണ് ഫാമിങ്ങിൽ കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പല രീതിയിലുള്ള അജിറ്റേഷൻ, CPM, CITU, അവരുടെ യൂണിയൻ, ഇവരുടെ യൂണിയൻ, ഈ ഫാമിംഗ് കമ്മ്യൂണിറ്റിയായ ക്രൈസ്തവർക്ക് അവർ മാറി ചിന്തിക്കേണ്ടി വന്നു. മനസ്സിലാക്കുക, കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്രൈസ്തവരാണ്. ഇനി കുറച്ച് നാൾ ഹിസ്റ്ററി എടുത്ത് നോക്കാം. അതായത് സർ CPയുടെ സമയത്ത് ക്രൈസ്തവർക്ക് തൊഴിൽ കൊടുക്കരുത്, ഗവൺമെന്റിൽ തൊഴിൽ കൊടുക്കരുത് എന്നൊരു നിയമം ഉണ്ടായി. അതിനുശേഷം ക്രൈസ്തവർ ഈ പറയുന്ന കൃഷിയിലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, അവർ കുടിയേറ്റം ആരംഭിച്ചു. അപ്പം അങ്ങനെ കുടിയേറ്റം നടത്തി ഈ വയനാടൻ ഭാഗത്തും കണ്ണൂർ ഭാഗത്തും കാസർഗോഡ് ഭാഗത്തും അതേപോലെ തന്നെ ഇടുക്കി മറ്റുള്ള മലയോര പ്രദേശങ്ങളിലൊക്കെ ക്രൈസ്തവർ കുടിയേറ്റം നടത്തി. അവരെ സഹായിച്ചത് പള്ളിയാണ്, കമ്മ്യൂണിറ്റി. അവർ എഡ്യൂക്കേഷൻ സഹായിച്ചത് പള്ളിയാണ്, പള്ളിക്കൂടം കൾച്ചർ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ബേസാണ് ഈ പറയുന്ന കേരള കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടി. അപ്പം അതാണ് ഇതിൻ്റെ ചരിത്രം. അതായത് റബ്ബർ കർഷകനാണെങ്കിൽ എല്ലാ കർഷകരെയും കർഷകർക്ക് വേണ്ടി ഉണ്ടായ പൊളിറ്റിക്കൽ പാർട്ടി. പിന്നീട് ഇതിന് ച്യുതി സംഭവിക്കുകയാണ്. പിന്നെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾ വലിയൊരു ശതമാനം സ്വന്തം വീടുകളിലല്ല, അവർ യൂറോപ്പിലോട്ടോ അമേരിക്കയിലോട്ടോ പല ഭാഗത്തും കുടിയേറി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് പോയിരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ മെമ്പേഴ്സ്. കാരണം ഇവർ അടിയുറച്ച് നിന്നിട്ടാണ് ഈ കേരള കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ അവർക്ക് എത്ര പെർസെൻറ്റേജ് വോട്ടുണ്ടായി. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കുക, അവർക്ക് ഒരു കാരണവശാലും ഈ ക്രൈസ്തവ ജനതയെ, അതായത് ഫാം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ പ്രകൃതിപരമായിട്ട്, അതായത് കാട്ടാന പ്രശ്നം, കാട്ടുപന്നി പ്രശ്നം, കാട്ടുപോത്ത് പ്രശ്നം, അങ്ങനെ കാട് പ്രശ്നം, ഇതിലിവർക്ക് ഒരു കാരണവശാലും ഗവൺമെന്റിന്റെ ചില പോളിസികൾ, അതായത് ഇന്ത്യയിലെ പല സംസ്ഥാനത്തും എടുത്തിരിക്കുന്ന പോളിസികൾ കർഷകനെ സഹായിക്കുവാൻ വേണ്ടി, അതായത് കാട്ടുപന്നിയെ കൊല്ലാൻ സാധിക്കും, മറ്റുള്ള കാര്യങ്ങളിനകത്ത് അതായത് വേലി, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ അവർക്ക് കർഷകന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും കേരളത്തിൽ ഒന്നും ചെയ്യാൻ തയ്യാറാകത്തിൻ്റെ പേരിൽ കേരളത്തിലെ ക്രൈസ്തവ ജനത അവർക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന മൈഗ്രേഷനാണ്. അതായത് ഏതെങ്കിലും രാജ്യത്ത് പോവുക, അവിടെ പഠിക്കുകയോ സെറ്റിലാകുകയോ. ഇതിൻ്റെ പേരിലാണ് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ പറയുന്ന ജനസംഖ്യ വളരെ കുറഞ്ഞത്. ഇത് ഇവരുടെ ആവശ്യത്തിന് വേണ്ടി നിലകൊണ്ട കേരള കോൺഗ്രസ് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അതിന് ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാറിപ്പോയി. ഇപ്പം എന്താ കേരള കോൺഗ്രസിൻ്റെ സ്ഥിതി? KM മാണി, അദ്ദേഹത്തിൻ്റെ മകൻ, മരുമകള്, ബന്ധുക്കള്, അവരെല്ലാം കൂടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവരുടെ ഒരു ഫാമിലി എൻ്റർപ്രൈസ് ആയിട്ടങ്ങ് മാറി. അവരുടെ കാര്യം നടത്തുക, സഭയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഈ കേരളത്തിലെ ക്രൈസ്തവ സഭകളെന്ന് പറയുന്നത് പണ്ട് എന്ത് ചെയ്തിരുന്നു, നേരെ വിപരീതമാണ് ഇപ്പം ചെയ്യുന്നത്. പക്ക ഒരു ബിസിനസ് സ്ഥാപനമായിട്ടങ്ങ് മാറി. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യണ്ട എന്ന ധാരണയോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ മൂല്യത്തിൽ നിന്നൊക്കെ മാറി ഇങ്ങ് പോയി. അപ്പോൾ കേരള ജോസഫ് ഗ്രൂപ്പ് എടുക്കുക, അദ്ദേഹത്തിന് ഇപ്പം വലിയ ആരോഗ്യ സംഭവമൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ടുവരുന്നു, ബന്ധുക്കളെ കൊണ്ടുവരുന്നു. ഇവിടെയാണ് കേരള കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടി ഒന്നിനും കൊള്ളാത്ത പ്രീണനം നടത്തുന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അടിമകളായി മാറുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇത്രമാത്രം ഡെവലപ്മെൻറ്റുണ്ട്. ഇതേപോലെ തന്നെ മത തീവ്രതയും അതേപോലെ തന്നെ പല പോക്കറ്റുകളിലും ഈ മത തീവ്രവാദികളുടെ എണ്ണം കൂടി. ഈ കേരള കോൺഗ്രസ് ഒരക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. ഒരു സിമ്പിൾ ഉദാഹരണം എടുക്കുക, മൊനമ്പ വിഷു. അതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്ന് ഒരു ദിവസം ഫ്രാൻസിസ് ജോർജ് വന്ന് പറയുന്നു, അവിടെ ഞങ്ങൾ മുനമ്പം നിവാസികൾക്ക് അനുകൂലമാണ്, പാർലമെന്റിൽ അവർക്കെതിരെ ഞങ്ങൾ വോട്ട് ചെയ്യും, വൈകുന്നേരം മാറ്റി പറയുന്നു. ഇവിടെയാണ്
ഒരു പുതിയ ജനറേഷൻ്റെ തോട്ടായ കാസ അവർ കയറി വരുന്നത്. അവർ ന്യൂ ജനറേഷനാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാസയുടെ ഇപ്പോഴത്തെ ഒരു പോക്കാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പല ക്രൈസ്തവ കുടുംബത്തിൽ അവിടുന്ന് ഈ ലവ് ജിഹാദും മറ്റുള്ള പ്രശ്നവുമായിട്ട് പോയ മാതാപിതാക്കളെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഈ കാസയ്ക്ക് കഴിയുന്നുണ്ട്. അവിടെയൊക്കെയാണ് കേരള കോൺഗ്രസിൻ്റെ അട്ടർ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പം ഈ കാസ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേരള കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യും. കാരണം മുഴുവനും ന്യൂ ജനറേഷനാണ്, ചെറുപ്പക്കാരാണ്. കാരണം അവർ വളരെ അഗ്രസീവാണ് ഈ കാര്യത്തിൽ. കാരണം ഇവരുടെ പ്രീണനം സഹിച്ച് ഇനിയും പറ്റില്ല. അതിൻ്റെ പേരിൽ രൂപം കൊണ്ടതാണ് ഈ കെവിൻ പീറ്റർ നേതൃത്വം കൊടുക്കുന്ന കാസ. ഇവിടെ എനിക്ക് കാസയോട് പറയാനുള്ളത്, കേരളത്തിലെ BJPയോടും പറയാനുള്ളത്, ഈ കാസയെ നിങ്ങൾ കേരള കോൺഗ്രസിൻ്റെ 10 ഇരട്ടി ശക്തിയാണ് ഇപ്പോഴും. അത് 100 ഇരട്ടി ശക്തി വരാനുള്ള 2 വർഷം കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ 100% അവർക്ക് വലിയൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ട്സ്, അതായത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിലെ 2000-3000 വോട്ട് അത് നിർണായകമാണ്. അവരെ കൊണ്ട് മാറ്റാൻ കഴിയും. ഇവിടെയാണ് കാസയുടെ പ്രസക്തിയും അതേപോലെ കേരള കോൺഗ്രസ് എന്ന സാധനം എന്നേക്കുമായിട്ട് ഇല്ലാതാവുകയും ചെയ്യുകയാണ്. ഇവിടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ കാസയ്ക്ക് പ്രോത്സാഹനം കൊടുക്കണം. കേരളത്തിലെ യങ്സ്റ്റേഴ്സിനെ, കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് കാസ വളരുകയാണ്. അതിനകത്ത് കാത്തലിക്സ് എന്നില്ല, മർത്തോമയെന്നില്ല, ഓർത്തഡോക്സ് എന്നില്ല, പെൻഡക്കോസ്, എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ കാസയ്ക്ക് പ്രസക്തിയുണ്ട്. അവർ BJPയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരും BJPയുടെ കൂടെ നിൽക്കും. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കാസയ്ക്ക് കഴിയുമെന്നാണ് എൻ്റെ ഒരു അസംഷൻ. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്